ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നത്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കൊടും തണുപ്പായിട്ടാണ് നമുക്ക് ഇന്നത്തെ ക്ലൈമറ്റ് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഇപ്പോൾ പോലും നമുക്ക് ക്ലൈമറ്റ് നല്ല രീതിയിൽ ഇരുണ്ട് കൂടി, അതേപോലെ തന്നെ വെള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാർമേഘം ഇരുണ്ട് കൂടിയിട്ട് അതേപോലെ ചുറ്റിലും ഫുള്ള് കോടമഞ്ഞാട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ തണുത്ത് വിറച്ച് കിടക്കുകയാണ്. അപ്പോൾ കോടമഞ്ഞിൻ്റെ കൂടുതൽ ചെറിയ രീതിയിൽ ചാറ്റൽ മഴയും കിട്ടും. അതിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ നേരെ ശ്വാസം എടുക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും. അത്രത്തോളം നമ്മുടെ മൂക്കിലേക്കൊക്കെ ഇങ്ങനെ ആവിങ്ങനെ വന്ന് കയറുന്ന ആ ഒരു സെയിം ഫീലാട്ടോ. ഇത് നോക്കി നമുക്കൊരു കാറ്റിൻ്റെ എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നല്ല തണുത്ത കാറ്റും കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് മൊത്തത്തിൽ നമ്മുടെ പ്രകൃതിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മഴയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കി നല്ല രസമായിട്ടോ കാണാൻ. ഫുള്ളും മഞ്ഞിങ്ങനെ മൂടി കിടക്കുന്നൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ മൊത്തം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ നോക്കി നല്ല രീതിയിലാട്ടോ കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി തുടങ്ങി. ഈ ഒരു കോടമഞ്ഞ് കാണാൻ വേണ്ടി നല്ല രസമാട്ടോ. കൂടെ കിളികളുടെ സൗണ്ട് നോക്കി ചീവീടൊക്കെ ഇങ്ങനെ കിടന്ന് ബഹളമായിക്കൊണ്ടിരിക്കട്ടെ. ചീവീടും തവളയും മൊത്തം നോക്കി നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ പ്രകൃതി. ഇപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡ് മൊത്തം കോട കൊണ്ടായി ഗൈസ്. നമുക്കൊന്നും കാണാൻ പറ്റാത്ത അത്രയും ഒക്കെ പുറകിലൊരു മലയൊക്കെ ഉണ്ട്. ആ ഒരു മലയൊന്നും നമുക്കത്ര വ്യക്തമല്ല കേട്ടോ. അത്രത്തോളം കോട ഇങ്ങനെ മൂടിയിരിക്കുകയാണല്ലോ. അതേപോലെ തന്നെ ഈ കോടയും അതുപോലെ തന്നെ ഇവിടുത്തെ കാറ്റും പ്രകൃതിയൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇവിടെ കാണുമ്പോൾ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം എന്നാലും അതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. അതേപോലെ നമുക്ക് പ്രകൃതിയായിട്ട് ഇങ്ങനെ ഇണങ്ങി അത്രയും ഇതായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് തന്നെ നമ്മുടെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അതായത് സിറ്റിയിലും ടൗണിലൊക്കെ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റും അതേപോലെ തന്നെ പ്രകൃതിയൊക്കെ ഇത്രയും എത്രത്തോളം ആസ്വദിക്കാൻ പറ്റും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് അത്രത്തോളം നന്നായിട്ടുള്ള പ്രകൃതിയുടെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള വോയിസ് വരെ നല്ല അടിപൊളിയായിട്ട് കേൾക്കാനും അതുപോലെ തന്നെ ആസ്വദിക്കാനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഫുള്ള് മഞ്ഞ് കൊണ്ടുപോയി കേട്ടോ. മഴയുടെ എഫക്റ്റ് ഒക്കെ നല്ല രീതിയിൽ കൂടിയതിന് ശേഷം നമ്മുടെ ഗാർഡനിൽ ചെറിയൊരു മേക്ക് ഓവറൊക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം കുറേ അവിടെ നിന്നുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ആ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ അധികം പ്ലാന്റ്സ് ഉണ്ട്. ഈ ഒരു ഏരിയ അപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഒരു ബോഗൻവില്ല പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിന് കൂടുതലായിട്ട് സൺലൈറ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ മൊത്തം മഴയും തണുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നനവ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആയി പോകാൻ ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കുറേയൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിന് അധികം വൈകാതെ തന്നെ ഒന്നുകൂടി നല്ല രീതിയിൽ കൂണിങ്ങ കൊടുത്ത് ഇവിടുന്നോട് ഒന്ന് മാറ്റേണ്ടത്. കാരണം ഇവിടെ ആയാലും അവിടത്തേന് അപേക്ഷിച്ച് അത്ര വെള്ളം വീട്ടിലേക്ക് പോലും ഇവിടെയും കുറേയൊക്കെ വെള്ളം നേരിട്ടു. അതുകൊണ്ട് നമുക്കിതൊക്കെ കുറച്ചുകൂടി സേഫ് ആയിട്ട് വെച്ചാൽ നമുക്ക് അടുത്ത കാണിച്ചിട്ടേക്ക് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗാർഡനിൽ കുറേ പണികളും ഇവിടെ ചെയ്യാൻ വേണ്ടി ഈവനിങ് ആയതുകൊണ്ട് തന്നെ കിളികളുടെ സൗണ്ടൊക്കെ അടിപൊളിയായിട്ടുള്ളത്. എന്തായാലും ഈ ഭാഗത്തൊക്കെയാണെങ്കിൽ ഞാൻ കുറച്ച് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ റെഡ് വെറൈറ്റി ആട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തം നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗ്രോ ബാഗുകൾ തന്നെയാണ്. അപ്പോൾ ഗ്രോ ബാഗൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗുകൾ നമുക്ക് ഇതുപോലെ ആന്തൂര്യം സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് 2-2.5 വർഷമൊക്കെ എന്തായാലും നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ഗ്രോ ബാഗിൻ്റെ ക്വാളിറ്റി അത്രത്തോളം അടിപൊളിയായിട്ടാണ്. കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചൊരു ലോങ് ടൈം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞ രീതിയിൽ കമൻറ്റ് ഉണ്ടായിരുന്ന ശേഷം ആന്തൂര്യത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ പെട്ടെന്ന് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ് ഉണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് നല്ല വേനൽക്കാലമൊക്കെ ആയ ടൈമിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഈർപ്പൊക്കെ നിലനിൽക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ചകിരിച്ചോറും അതേപോലെ തന്നെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല മഴയായപ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും മഴക്കാലത്ത് നമ്മുടെ കൃഷി പരിചരണം എങ്ങനെയാണെന്ന് നമ്മൾ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ചെയ്യണം. ഇവിടെ നമ്മൾ കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇതുപോലത്തെ പോട്ടുകളിലും ആക്കിയിട്ടുണ്ട്. അപ്പോൾ പോട്ടുകളിലാക്കിയൊന്നും നമ്മുടെ ആന്തൂറിയം അല്ല കേട്ടോ. ആന്തൂറിയം ഞാൻ കൂടുതലായിട്ട് ഇതുപോലത്തെ ഗ്രോ ബാഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഡയറക്റ്റ് നമുക്ക് മണ്ണിൽ നട്ടു കൊടുക്കാം. അപ്പോൾ ആന്തൂര്യത്തിൻ്റെ ഫ്ലവർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു പൂ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് ഒരുപാട് നാളുണ്ടാവും. പിന്നെ കാണാനും സൈസ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നല്ല എടുപ്പുള്ള കളറാട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വൈറ്റും കൂടി ചെയ്യണമെന്നാണ് ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റിൻ്റെ കുറച്ച് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്നുകൂടി നമുക്കൊന്ന് പറിച്ച് കാണണം. നോക്കി ചെറിയൊരു മുട്ട് പോലെ ആട്ടോ അതിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളത്. നോക്കി നല്ല നല്ല രസമാട്ടോ കാണാൻ വേണ്ടി. അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആണല്ലോ. അതുകൊണ്ട് നോക്കി നല്ല രീതിയിൽ എവിടെ നോക്കിയാൽ നമുക്കിത് ഉദിച്ച് കാണട്ടോ. നല്ല ബ്രൈറ്റ് റെഡ് ആയതുകൊണ്ട് 2 വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വൈറ്റ് കൂടി നട്ടു കൊടുത്തു കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും അപ്പോൾ എന്തായാലും ഒരു 8-9 പോട്ടുകൾ നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മളല്ലാതെ കുറച്ചൊക്കെ ഡയറക്റ്റ് മണ്ണിലും നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മഴക്കാലമായി കഴിഞ്ഞാൽ കള പറിക്കലാട്ടോ മെയിൻ ടാസ്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു പോട്ടുകളുടെ കളയെല്ലാം പറിച്ച് നല്ല സെറ്റായിട്ട് നിർത്തിയില്ല. അപ്പോൾ നമുക്ക് അല്ലാതെ കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ സെറ്റാക്കാനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറേ നമ്മുടെ ബോഗൻവില്ലാസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ചിലതിലൊക്കെ നല്ല രീതിയിൽ നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ ഏതൊരു ഫീൽഡിലായാലും നമ്മൾ കൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് അതിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മഴക്കാലത്ത് കൊടുക്കേണ്ട ഒരു പരിചരണം ആയിരിക്കില്ല വേനൽക്കാലത്ത് നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് മഴക്കാലത്ത് തന്നെ ഇപ്പോൾ നോക്കി മഴ ചെറുതായിട്ട് ഇതാ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ എടുത്തു തുടങ്ങിയതിനേക്കാളും കുറച്ചൊരു ഇതാ ഫോഴ്സ് കൂടി തുടങ്ങിയിട്ടുണ്ട്. മഴയ്ക്കുള്ള ചാൻസ് തന്നെയാണ്. കാരണം ഇത്രയും ഫോഴ്സിലാട്ടോ കോടങ്ങനെ മൂടി മൊത്തം നല്ല കാറ്റും കിട്ടും. നമ്മൾ തുടക്കത്തിൽ കണ്ട കാറ്റും അതിശക്തമായിട്ടുള്ള കാറ്റിനെയാണ്. അപ്പോൾ ഇതാ ഇത് നമ്മുടെ ഹൈഡ്രാഞ്ചി കേട്ടോ. അപ്പോൾ ഈ ഒരു ഹൈഡ്രാഞ്ചി പറയുന്നത് നമുക്ക് ഏതൊരു ക്ലൈമറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിംഗ് ഒക്കെ ഉണ്ടാവുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മഴക്കാലം ആയാലും തന്നെ സീസണബിൾ ആയിട്ടുള്ളൊരു ഫ്ലവർ അല്ല നമ്മുടെ ഒരു ഹൈഡ്രാഞ്ചി എന്ന് പറയുന്നത്. തന്നെ അങ്ങനെയുള്ള പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് മെയിൻ്റനൻസും വളരെ എളുപ്പമായിരിക്കും. പക്ഷെ അതുപോലെ നമ്മുടെ ഗാർഡനിലുള്ള പല പ്ലാന്റ്സും പല രീതിയിൽ നമ്മൾ കെയർ ചെയ്താൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. എന്തായാലും ഹൈഡ്രാഞ്ചി ഒക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് പ്രൂണിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഹൈഡ്രാഞ്ചിയുടെ നല്ലൊരു ഹാർഡ് പ്രൂണിങ്ങിന് ശേഷം നല്ല അടിപൊളിയായിട്ട് നോക്കി നല്ല സൈസിലുള്ള ഒരുപാട് മുട്ടും കിട്ടും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. അതിൽ അത്യാവശ്യം ഒരു ഓൾമോസ്റ്റ് പൂവൊക്കെ നല്ല രീതിയിൽ തന്നെ സൈസ് വെച്ചിട്ടുള്ളതാണ്. നല്ല വലിയൊരു ഉണ്ടായിട്ടത്. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടി വലിപ്പം വെക്കാൻ കേട്ടോ. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗാർഡനിലൂടെ ചെയ്യാനുണ്ടാവും. എന്തായാലും അതൊക്കെ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ആയിട്ട് കാണിക്കാറുണ്ട്. ഒരുപാട് ഈ ഒരു ഗാർഡനെയൊക്കെ സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവും. എന്തായാലും നമ്മുടെ ഹൈഡ്രാഞ്ചി നോക്കി ജസ്റ്റ് ഒന്ന് കുളിക്കുമ്പോഴത്തേക്കും ഈ ഒരു മഴച്ചാറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു കോടയുടെ ആ ഒരു ഈർപ്പൊക്കെ ആയിട്ട് ജസ്റ്റ് കുളിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലായിട്ട് വെള്ളം അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്നത്. നോക്കി നമ്മുടെ ക്ലൈമറ്റ് വീണ്ടും അത് ചേഞ്ച് ആയി തുടങ്ങിയിരിക്കുകയാണ്. കുറേ നേതൃത്വത്തിനെക്കാട്ടും നല്ല രീതിയിലാട്ടോ ഫോഗുള്ളത്. ആ ഒരു കോടമഞ്ഞ് ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു അട്ടപ്പാടി എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഏരിയയിലൊക്കെ ആയിട്ട് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ടൈമിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടുകളും ഉണ്ട്. അതേപോലെ തന്നെ ഒത്തിരി നല്ല അടിപൊളിയായിട്ടുള്ള റിസോർട്ടുകളും ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതുവഴി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അട്ടപ്പാടി മിസ്സാവില്ല കേട്ടോ. കാരണം അത്രത്തോളം നല്ല അടിപൊളി ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നോക്കി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ആട്ടോ നല്ല രീതിയിൽ ചീവീടും തവളയും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഇനി ഈ ഒരു മഴക്കാലം കഴിയുന്നവരെ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും കേട്ടോ. നല്ല രീതിയിൽ രാത്രിയൊക്കെ നമുക്കിങ്ങനെ റൂമൊക്കെ അടച്ച് കിടക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിലായിട്ട് കിളികളുടെ സൗണ്ട് നമുക്കുള്ളിലേക്ക് കേൾക്കുക. മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ നല്ല രീതിയിൽ നനഞ്ഞ് കുളിച്ചപ്പോൾ കിളികൾക്കും സന്തോഷമായി കാണും. അപ്പോൾ നോക്കിയാൽ ഒരു മഴത്തുള്ളികൾ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ കട്ടിക്കൂടി അത്രത്തോളം നല്ല സ്ട്രോങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഫുള്ള് നനഞ്ഞ് കുളിക്കുന്നത്. കാരണം ഒരു കോടയുടെ ഈർപ്പും മൊത്തത്തിൽ ചാറ്റിൽ മഴയെ കൊണ്ട് അത്യാവശ്യം നനഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരുന്നു. അപ്പോൾ എന്നാലും ഇനി മഴ കൊണ്ടുപോയി ചിലപ്പോൾ നാളെ വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും ഇതൊക്കെ കുഞ്ഞായിട്ട് എത്രയൊക്കെ നോക്കി ക്ലൈമറ്റ് എനിക്കിപ്പോൾ ഇത്രയും തൊട്ടടുത്ത് കിടക്കുന്ന ആ സ്ഥലം പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അത്രത്തോളം നോക്കി ഇങ്ങനെ കാറ്റ് പോലത്തെ വേഗത്തിലാട്ടോ നമ്മുടെ കോട വന്നിട്ടുള്ളത്. എന്നാലും മഴ നല്ല രീതിയിൽ സ്ട്രോങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കുഞ്ഞായിട്ട് എത്രയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലുമൊക്കെ കൂടുതൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി നോക്കിയതിന് ശേഷം വീഡിയോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് അടുത്തൊരു ദിവസം കാണുന്നവരെ ബൈ.